ഹലോ മച്ചന്മാരെ, എസ് ന്യൂസിലേക്ക് സ്വാഗതം. അങ്ങനെ 9-ാം ദിവസത്തെ ടർബോയുടെ കളക്ഷനാണ് പുറത്ത് വരുന്നത്. അതിനു മുമ്പ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഇപ്പോൾ 900-ഓളം ഷോകളാണ് ട്രാക്ക് ചെയ്യപ്പെട്ടിരിക്കുന്നത്. ഇന്ന് സിനിമയ്ക്ക് രാവിലെ മികച്ച ഒരു ബുക്കിംഗ് തന്നെയായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നത്. അത് തന്നെ തുടരുന്ന ഒരു കാര്യമാണ്. ഇതിനോടകം തന്നെ 85 ലക്ഷം രൂപയോളമാണ് സിനിമയ്ക്ക് നേടാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇന്ന് ഫൈനലായി വരുന്നത് 1,12-13 ലക്ഷം രൂപയായിരിക്കും എന്നുള്ളത് തന്നെയാണ് പ്രൊജക്റ്റഡായിട്ട് കാണുന്ന ഒരു എമൗണ്ട്. ഇന്നലത്തേക്കാളും നേരിയ ഒരു വർധനമാണ് ഈ ഒരു വെള്ളിയാഴ്ച കാണുന്നത്. അതായത് ഫൈനലായി വരുന്നത് 1,75-80 ലക്ഷം രൂപയ്ക്ക് മുകളിലായിരിക്കും ഇന്നും കളക്ഷൻ എന്നുള്ളതാണ്. സാധാരണഗതിയിൽ ഇതുവരെ ട്രാക്കിങ്ങിൻ്റെ ഈ പറഞ്ഞ പോലെ ഷോകളുടെ എണ്ണം 1000 അത്രയൊക്കെ എത്തുന്നുള്ളൂ. ഏകദേശം 1300-1400 ഷോകളോളം ഓടുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും സിനിമയുടെ കളക്ഷൻ വരുന്നത് അങ്ങനെ തന്നെയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ഓരോ മൾട്ടിപ്ലക്സുകളിലെ ലിസ്റ്റുകൾ ഇട്ടിരുന്നു. അവിടെ എത്രത്തോളം ടിക്കറ്റുകൾ തിയേറ്ററിൽ വന്ന് ബുക്ക് ചെയ്യുന്നു എന്നുള്ളൊരു കണക്കും അതിനകത്തിലുണ്ടായിരുന്നു. എന്തായാലും GCCയിൽ ഇന്ന് റെക്കോർഡ് കളക്ഷനാണ് സിനിമ തൂക്കുന്നത്. കേരളത്തെ കളക്ഷനേക്കാളും കൂടുതൽ വരും എന്നുള്ളതാണ്. ഇതിനോടകം തന്നെ 71 കോടി സിനിമ വേൾഡ് വൈഡായിട്ട് നേടിയതായിട്ടാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ. 73 രാജ്യങ്ങളിലാണ് സിനിമ റിലീസ് ചെയ്തിരുന്നത്. എല്ലാ സ്ഥലങ്ങളിലെയും കളക്ഷൻ റിപ്പോർട്ടുകൾ ഇതുവരെ പുറത്ത് വന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ്. അത് മമ്മൂട്ടി കമ്പനി പുറത്ത് വിട്ടാൽ മാത്രമേ അറിയാൻ കഴിയുകയുള്ളൂ. അല്ലാത്ത ട്രാക്കിംഗ് മുഖാന്തരമാണ് 71 കോടിയിലേക്ക് സിനിമ എത്തിയതായിട്ട് വന്നിരിക്കുന്നത്. ഇന്നത്തെ കളക്ഷനോട് കൂടി സിനിമ തീർച്ചയായും 75 കോടിയിലേക്ക് എത്തും എന്നുള്ളതാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഗൾഫ് മേഖലയിൽ കൊടൂരമായ ബുക്കിങ്ങും ഗംഭീരമായുള്ള കളക്ഷനുമാണ് കാണാൻ കഴിയുന്നത്. കേരളത്തിൽ നിന്ന് ഇന്ന് 1.5 കോടിക്ക് മുകളിലെത്തുകയും അതായത് 1.25 കോടിയോളം എത്തുകയും GCCയിൽ നിന്ന് മാത്രമായി 3 കോടി ആ റേഞ്ചിലേക്ക് എത്തും എന്നുള്ള പ്രതീക്ഷയാണ്. അല്ലെങ്കിൽ 2 കോടിക്ക് മുകളിലുണ്ടാകും. അങ്ങനെ വരുമ്പോൾ പോലും 75 കോടി എത്തും എന്നുള്ളത് തന്നെയാണ്. അപ്പോൾ ഞങ്ങൾ ആരൊക്കെയാണ് ഗൾഫിലിരുന്ന് സിനിമ കാണുന്നത്, അവിടുത്തെ തിരക്ക് കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് കമൻറ്റ് ഇടുക. നമ്മുടെ വീഡിയോസ് ഇഷ്ടമായി സപ്പോർട്ട് ചെയ്ത് തരാം. താങ്ക് യു ബ്രോസ്.